നിങ്ങളുടെ ഫേവറേറ്റ് മക്രോണി ഏതാ? എനിക്കുണ്ടല്ലോ ഉപ്പുണ്ടാക്കുന്ന മഞ്ഞ മക്രോണിയാണ് ഏറ്റവും ഫേവറേറ്റ്. ആദ്യം ഒരു 2 കപ്പ് മക്രോണി വേവിക്കാൻ വെക്കുക. ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വലിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. ഒരല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. പച്ചമണം മാറുന്ന സമയത്ത് നല്ല പഴുത്ത വലിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. അടച്ച് വെച്ച് വേവിക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഫുള്ളായിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വലിയൊരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒരല്പം ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക. ഞാനിപ്പോൾ ഇതിൽ ക്യാൻഡ് ട്യൂണയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് ചിക്കനോ മുട്ടയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഈ ക്യാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ വെള്ളം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഓയിൽ ഉണ്ടാവും. രണ്ടാണെങ്കിലും ഒഴിവാക്കിയിട്ട് ട്യൂണ മാത്രമാണ് നമ്മളിതിൽ ചേർക്കുന്നത്. പച്ചക്കറി ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ട്യൂണയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ചൊരു ഗ്രേവി ടൈപ്പ് ആവാൻ വേണ്ടി കുറച്ചുകൂടെ കുരുമുളക് പൊടിയും വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്യൂണ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പ്രിംഗ് ഓനിയൻ ഉപ്പ് ചേർക്കലില്ല കേട്ടോ, ഞാനൊരു അലങ്കാരത്തിന് വേണ്ടി ചേർത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മഞ്ഞ മക്രോണി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.